അപ്പോൾ ഇതാക്കണം ഞാൻ നല്ല പെർഫ്യൂംസൊക്കെ കിട്ടണ ഒരു അടിപൊളി കടയിലാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഈ കട ഒന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എടക്കര ദുബായ് മാളിലുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറി വെക്കാം എന്താ ഐറ്റംസ് ഉള്ളത് നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താണ് സുഖാണ്. നമ്മളെ പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ? പുതിയ ഒരുപാട് ഇഷ്ടംമാതിരി വന്നിട്ട് കണ്ടോ. നമുക്കിപ്പോ ഇത് കണ്ട ഒരു സ്വർണ്ണക്കടയിൽ ചെന്നൊരു ഫീലാ. കാരണം ഇതൊന്നും സ്വർണ്ണമല്ലെങ്കിൽ പോലും നമുക്ക് സ്വർണ്ണക്കടയിൽ ചെന്നൊരു ഫീലുണ്ട്. പിന്നെ തങ്കം പോലത്തെ ഒരാളാണ് ഇവിടെ വിൽക്കാൻ നിൽക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഏതൊക്കെയോ എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കേ. പുതിയത് ഒന്നാണ്. രണ്ട് മസ്കിരിജാലി ഫസ്റ്റ് സെക്കൻഡ് ഇത് നല്ല ഐറ്റംസ് മസ്കിരിജാലി. പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട്. ഏതാണ് സിസ് മസ്ക്. അത് പുതിയത് ഒന്നാണ്. അതൊക്കെ ഒരു പുതിയത് വന്നാൽ ഒരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞാല് ഓടി ഇങ്ങോട്ട് തന്നെ എത്തും ആൾക്കാര്. പിന്നെ അതുപോലെ ഇഷ്ടമായുള്ളതാ നോക്കിയോളി. ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനെ കുറിച്ച് പറഞ്ഞാല് ഇവിടെ ഏതെല്ലാം വാസനകളുണ്ട് ഇവിടെ ഏതെല്ലാം ഐറ്റംസ് വാസനകളുണ്ട് കുപ്പിയില നിറഞ്ഞിരിക്കണത്. അത് ഏത് വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ സ്പ്രേ ആക്കി അടിച്ചു കൊടുക്കും. സ്പ്രേ ആക്കി കൊടുക്കും. അത് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം ഈ ബോട്ടിലൊക്കെ നിറച്ചു കൊടുക്കും. ഈ ബോട്ടിൽ എല്ലാം നിറച്ചു കൊടുത്തിട്ട് ഏകദേശം 8 to 10 മണിക്കൂർ ലാസ്റ്റിങ്. 8 മണിക്കൂർ to 10 മണിക്കൂർ വരെ ലാസ്റ്റിംഗ് ആണ്. അപ്പൊ ഗൈസ് കേൾക്കണില്ലെങ്കിൽ നമ്മള് ഇവിടെ കേറിയാൽ തന്നെ ഞാൻ വെറുതെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, തൊട്ടപ്പുറത്താണ് നമ്മളെ ക്ലിനിക്ക്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഒന്ന് നോക്കട്ടെ, ഞാൻ സ്പ്രേ അടിക്കാൻ മറന്നൊക്കെ ഐഡിയപരമായിട്ട് നീങ്ങിയിട്ട് ഇവിടുന്ന് അടിച്ച് പോവാറുണ്ട്. അത് 2 ദിവസമൊക്കെ നിൽക്കും ആ സ്മെല്ല്. അപ്പം അത് ഇതിൻ്റെതാണ് അല്ലേ? എങ്ങനെ നല്ല രസമുണ്ട്. ഇത് 10 മണിക്കൂർ ഗ്യാരണ്ടി ആണ് അടിച്ചു കഴിഞ്ഞാല്. അത്ര നല്ല എല്ലാ പെർഫ്യൂമും ഇഷ്ടംമാതിരി ആൾക്ക് ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. വണ്ടൂര്, മഞ്ചേരി, അതുപോലെ ദൂര സ്ഥലത്ത് നിന്നൊക്കെ കരുവാരക്കുണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ആൾക്കാർ. നമ്മുടെ ക്വാളിറ്റിൻ്റെതാണ്. ഇതേപോലെ ബർണർ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏത് ഇതും നമ്മൾ ഊത് പോയിപ്പിക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും ഇതിലിട്ട ഒരു 5 മിനിറ്റ് ഈ കുപ്പിയല്ല ഈ സാധനത്തിലാണ് പൊടിയാണ് ഇട്ട് കഴിഞ്ഞാല് നല്ല ഒരു ഫ്രഷ് ആയിരിക്കും. വീട്ടിനകത്ത് എല്ലാവിധ വാസനകളാണ് എടുത്തു കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിരിക്കും ഫുള്ള്. പിന്നെ വാങ്ങിച്ച് തൂക്കാനുള്ള അതിലാണ്ട് മേടിച്ചു കഴിഞ്ഞ് കുറച്ചാണ്ട് എല്ലാം ഇഷ്ടമുള്ള ഫ്ലവറാണ് നിറച്ചു കഴിഞ്ഞാല് ഇതിങ്ങനെ ചെറിയൊരു ഇളക്കം കിട്ടിയാൽ മതി. അതിങ്ങനെ വാസന വന്നുകൊണ്ടേ ഇരിക്കും. കറക്റ്റ് ആയിട്ട് നല്ല സ്റ്റാർ. ഇതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് നമ്മള് നമ്മുടെ വണ്ടിയിലൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമല്ലേ വന്നത് മാനു? കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൊണ്ടുപോകുന്ന സാധനം നല്ല അടിപൊളി സാധനങ്ങളാണ്. ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, സ്പ്രേന്റെ കുപ്പിയാണ്. ആ ചെരുപ്പ് പുതിയത് വന്നത്. അത് ഭയങ്കര ലേഡീസുകൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടം. ലേഡീസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അതെ അല്ലേ? നോക്കട്ടെ. നല്ല ഇതുണ്ട്. കാണുമ്പോ തന്നെ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാനൊക്കെ തോന്നും. വാവ്, ഒരു സ്പ്രേ ആണ്. ഒരു സ്പ്രേ കുപ്പിയാണിത്. എന്താല്ലേ, നല്ല ഭംഗിയുണ്ട്. അങ്ങനത്തെ വേറെ പല കളറും ഉണ്ട് കേട്ടോ. പല കളറും ഉണ്ട്. അതുപോലെ ഇതിന്റെ ഭംഗി നോക്കി ബ്ലാക്കില്. ടോപ്പ് ഇങ്ങനെ എങ്ങനെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് വരില്ല. ഇതിന്റെ ആർക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്മെല്ല് നല്ല മുന്നേ അടിച്ചു നോക്കുകയാണെങ്കിൽ അടിപൊളി സ്മെല്ലാണ്. ഒന്ന് ലൈറ്റ് സ്മെല്ല് ലേഡീസിന് ഇഷ്ടാവും. ലൈറ്റ് സ്മെല്ല് ഓക്കെ, നല്ലതാ. പിന്നെ ഇതാക്കണ് വേറെ ഐറ്റംസ് എന്ന് പറഞ്ഞാല് കണ്ടോ, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്.
ഗൾഫിൽ നിന്ന് കിട്ടണല്ല. ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് നമുക്ക് ഈ ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ അത്തർ അല്ലേ, അന്ന് ഈ സാധനം ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാവരും വന്നോളി. ഏത് വിധത്തിൽ എങ്ങനത്തെ സ്മെല്ല് വേണമെങ്കിലും നിങ്ങൾക്ക് അത്തർ സ്പ്രേ ആക്കിയിട്ട് നമുക്ക് ബോട്ടിൽ നമ്മളെ മെയിൻ ആയിട്ടുള്ള ആള് ഞാൻ അടിച്ചു തരും ഫുള്ളായിട്ട്. അതിന്റെ ജപ്പാന്റെ ടെക്നോളജി എന്റെ സാധനങ്ങളത്. അതെ, ജപ്പാന്റെ. ഓ കണ്ടില്ലേ നിങ്ങള് നമ്മളെ എടക്കരയിലും അല്ലേ? എടക്കരയിലും അതെ, പെർഫ്യൂം ദുബായ് മാൾ എടക്കര. ആരും മറക്കണ്ട ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ എടക്കര എന്ന് പറയണ സ്ഥലത്ത് ദുബായ് മാൾ എവിടെയെന്ന് ചോദിച്ചാൽ അല്ലേ, ദുബായ് മാൾ എവിടെയെന്ന് ചോദിച്ചാലും പിന്നെ എന്താ പറയാ, ഈ അത്തർക്കാട് ഇപ്പൊ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഐഡിയ വന്നിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തസ്നിയുണ്ട്, തൊട്ടപ്പുറത്ത് തസ്നിയുണ്ട്. അപ്പൊ പല്ലിന് എന്തെങ്കിലും വേദനയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും വന്നാൽ മതി അല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോ ഒരു സ്പ്രേ കുപ്പി കടിച്ചു പൊട്ടിക്കാൻ ആ മൂടി തുറക്കാൻ കിട്ടില്ല എന്നിട്ട് അപ്പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വാച്ചുകളും ഒക്കെ ഉണ്ട്. ഗൾഫ് നാടുകളുള്ള ഊതുകളുമാണ് നിങ്ങൾ അതുകൊണ്ട് റെഡിയാണ്. ആണോ? സൗദികൾക്ക് അറബികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഊതുകളൊക്കെ ഈ മരോ? ഓ, ഏറ്റവും വിലയുള്ള സാധനം, ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഊതാണല്ലോ. ഊതാണ്. ഐ സീ. അപ്പൊ എല്ലാരോടും വരാൻ പറയും. ഓക്കെ, എല്ലാരും അപ്പൊ ഇങ്ങോട്ട് ഇടക്കരയ്ക്ക് കൊണ്ട് വരിക. ദുബായ് മാളില് പെർഫ്യൂം കൊണ്ട് വരിക. എല്ലാവിധ അത്തരവും ഇവിടെ സുലഭമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരു ബൈ അറിയും. ബൈ ബൈ. ഓക്കെ, ബൈ. നമ്മള് ദുബായ് മാൾക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരാളാണ് കേട്ടോ. ഇത് ഈ പെർഫ്യൂം ഇവിടെ വന്ന് അടിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യും, ഇവിടുത്തെ പരസ്യത്തിന് വേണ്ടി നമ്മളെ സെക്യൂരിറ്റി ചേട്ടനെ നമ്മൾ പെർഫ്യൂം ഒക്കെ അടുപ്പിച്ച് അവിടെ കൊണ്ടുപോയി നിർത്തും റോട്ടില്. നല്ല കാര്യമാണ്, നിർത്തലുണ്ട്, അങ്ങനെ പറയും. നല്ല കാര്യമാണ്. പെർഫ്യൂം നമുക്ക് തരിക, എല്ലാരും വന്ന് വാങ്ങുക. കട അല്ല, നിങ്ങൾ സത്യം പറഞ്ഞേ അവിടേക്ക് വരുന്നത് ഇവിടുന്ന് അത്തറാക്കനൊന്നും മേടിച്ചിട്ടല്ലേ. ഞാൻ ചോദിച്ചു നല്ല സ്മെല്ല് ഉണ്ടല്ലോ എവിടുന്ന് കേൾക്കുമ്പോ അവിടുന്ന് നല്ല സ്മെല്ല് ഇല്ലതാണ് പറയുന്നത്. അതെ അതെ, മെച്ചമായിട്ട് വരട്ടെ. അപ്പൊ ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ. ഓക്കെ.